തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇപ്പൊ കണ്ടീഷൻ അത്ര നല്ലതല്ല എന്നുവെച്ച് പേടിക്കാനൊന്നുമില്ല. പഴയ നോർമൽ അവസ്ഥയിൽ വരണമെങ്കിൽ സമയമെടുക്കും. പതുക്കെ ഡീടോക്സിഫൈ ചെയ്യേണ്ടി വരും. എങ്കിലേ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഞാൻ ഡോക്ടറോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു ഡോക്ടർ. ഞാൻ ഈ വിവരം അവരോട് പറയാം. ശരി. ഞാൻ പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയില്ല. കഞ്ഞി കൊടുത്തപ്പോ തട്ടിക്കളയുക. പേടിച്ചിട്ടാവും ചിലപ്പോ. എന്തിനാച്ചാ പേടിക്കുന്നത്? അതും ആവശ്യമില്ലാതെ. ചേച്ചിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല സിദ്ധു. കുറച്ചുകാലം മിസ്സിംഗ് ആയിരുന്നല്ലോ. ആ തട്ടിക്കൊണ്ടുപോയവരുടെ തടവറയിൽ കഴിഞ്ഞതിന്റെ ഓർമ്മകളായിരിക്കും ചേച്ചിക്ക്. അതാ ഇങ്ങനൊക്കെ പെരുമാറുന്നത്. അതിന് സാധ്യതയുണ്ട്. മോളൊരു കാര്യം ചെയ്യാം, മോളൊന്ന് ശ്രമിച്ചു നോക്ക്. ചിലപ്പോ കഴിച്ചാലോ. ദേവിക്ക് ചെല്ലു മോളെ. ചേച്ചി, ചേച്ചി, ഞാനാ ദേവിക. എന്നെ മനസ്സിലായോ ചേച്ചിക്ക്? കഴിക്കാൻ കഞ്ഞി തന്നപ്പോ ചേച്ചി തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അങ്ങനെ ആരെങ്കിലും ഒക്കെ എടുത്തു കൊടുത്താൽ ചേച്ചി കഴിക്കില്ല എന്ന്. അതവര് കേട്ടില്ലെന്നേ. തട്ടിക്കളഞ്ഞ നന്നായിന്നേ ഉള്ളൂ. ഇനി അവരെ വാരി തരില്ലല്ലോ. ഞാൻ തന്നാ ചേച്ചി കുടിക്കും. ഞാൻ ചേച്ചിയുടെ സ്വന്തം ദേവികയല്ലേ. ദേ നോക്കി ചേച്ചി, നമുക്ക് ഈ ആശുപത്രി നിന്നൊക്കെ പെട്ടെന്ന് പോണ്ടേ? ചേട്ടച്ചൻ അവിടെ ചേച്ചി വരുന്നും കാത്തിരിക്കുവോ. പാവം ചേട്ടച്ചൻ എന്തുമാത്രം വിഷമായി എന്നറിയോ ചേച്ചിക്ക് ഇങ്ങനൊരവസ്ഥ വന്നപ്പോ. കരഞ്ഞറിഞ്ഞ് അച്ഛന്റെ കണ്ണീര് പറ്റിയിരിക്കുവോ. സിദ്ധുന്റെ കാര്യം പിന്നെ പറയണോ? ഞങ്ങൾക്കുണ്ട് ചേച്ചി വിഷമം. അത് മാറണമെങ്കിൽ ചേച്ചി പഴയതുപോലെ ആവണം. അതങ്ങനെ വെറുതെ ഒന്നും ആവില്ല. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, ഭക്ഷണം കഴിക്കണം. ഞാൻ പറയുന്ന ചേച്ചി കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് ഞാൻ കഞ്ഞി തരാം. ചേച്ചി കഴിക്കണം കേട്ടോ. എന്റെ എല്ലാ പദ്ധതികളും പൊളിയോന്നാ തോന്നുന്നത്. പ്രേമയ്ക്ക് ബോധം വന്നാ ഞാൻ ആ വീട്ടിൽ നിന്ന് തെറിക്കും. അപ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചിത്രത്തിലേ ഇല്ല. ഞാനാണ് ഒളിവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. എനിക്കറിയാലോ. അതുകൊണ്ടെന്താ, എന്നെ എന്തേലും ചെയ്യാൻ ആർക്കും പറ്റില്ല. എപ്പോഴും സ്വയം രക്ഷപ്പെടുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഓരോന്ന് ചെയ്യുമ്പോഴേ ആലോചിക്കണമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നിനക്ക് സ്വർണത്തിന് പങ്ക് കിട്ടിയത്. വെറുതെ ഒന്നുമല്ലല്ലോ, ഞാൻ സഹായിച്ചിട്ടല്ലേ. ഞാൻ എടുത്ത റിസ്കിന് അത്രയും സ്വർണ്ണമൊന്നും കിട്ടിയാ പോരാ. എന്നാലേ എന്റെ കയ്യിലിരിക്കുന്ന അങ്ങോട്ട് തരാം. വേണ്ട, അത് പോലീസ് വന്നെടുത്തോളൂ. എന്റെ കയ്യിലെ സ്വർണം പോലീസ് എടുത്താ നിന്റെ കയ്യിലുള്ളതും കൂടി പോവും. ഞാൻ അതൊക്കെ എപ്പോഴേ വിറ്റ് കാശാക്കി. എനിക്കറിയായിരുന്നു നീ ചതിക്കുമെന്ന്. അതവിടേക്കട്ടെ, എന്തിനാ നീ പ്രേമയെ തലി കടിച്ചത്? അവരെന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അത് നീ അറിയണ്ട.
രഹസ്യമാണോ? അതെ. ഓ, എന്നാലേ രഹസ്യം അല്ലാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. പ്രേമയാണല്ലേ നിന്റെ ഇപ്പോഴത്തെ പേടിയുടെ കാരണം?